നമസ്കാരം. എത്ര വില കുറച്ച് കൊടുക്കാനോ അത്രയും വില കുറച്ച് കച്ചവടം കൂടുമെന്ന തന്ത്രമാണ് ഇപ്പോൾ നാട്ടിൽ പല കമ്പനികളും പയറ്റുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം കമ്പനികൾ എന്ന് തന്നെ പറയാം. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെ അല്ലെങ്കിൽ 3 മാസത്തിലേറെയായി തന്നെ ഇവിടെ നടക്കുന്ന മത്സരം ടെലികോം കമ്പനിയുടെ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിനൊരു പ്രധാന കോമ്പറ്റീഷൻ കൊടുത്തത് BSNL തന്നെയാണ്. ജിയോ പോലുള്ള അങ്ങനെയുള്ള പല കമ്പനികളും ഇവരുടെ നിരക്കുകൾ നീക്കിയപ്പോഴേക്കും കൂട്ടിയപ്പോഴേക്കും BSNL അവരുടെ നിരക്കുകൾ കൂട്ടിയില്ല. പകരം കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അവരുടെ 5G ഇന്റർനെറ്റ് പോലും അവർക്ക് വളരെയധികം തന്നെ അത്ഭുതകരമായ രീതിയിൽ എത്തിക്കാനുള്ള ഒരു പ്ലാനിങ് അവർക്കുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വലിയ ഒരു പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചോദ്യചിഹ്നമാവുന്നത് ആ സേവനത്തിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ അവയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും രൂപയ്ക്ക് റീചാർജ് ചെയ്യാമെന്നും ഇത്രയും രൂപയുടെ ഡേറ്റ കിട്ടുമെന്നൊക്കെ പറയുന്നു. എന്നാൽ അതിന്റെ സ്പീഡും അതിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെയും എത്രമാത്രം ഉണ്ട് എന്നും ഗുണകരമാണോ എന്നതുമായിരുന്നു ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇക്കാര്യത്തിൽ ഇപ്പോൾ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNLനെ വേണം എല്ലാവരും മാതൃകയാക്കാനെന്ന് നിസ്സംശയം പറഞ്ഞെത്തിയിരിക്കുകയാണ് എല്ലാവരിക്കാരും. കുറഞ്ഞ ചിലവിൽ നൽകുന്ന സമ്പൂർണ്ണ പാക്കേജ് എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് BSNLന്റെ പ്രത്യേക പ്ലാനുകൾ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. ഇത് ജിയോയ്ക്കും എയർടെലിനും അതുപോലെയുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും തന്നെ വലിയൊരു തിരിച്ചടി തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ തന്നെ BSNL ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പല പ്രശ്നങ്ങളെയും അതിനെ അതിജീവിക്കാൻ പോലും സമ്മതിക്കാത്തത്. അതിപ്പോൾ ബ്രോഡ്ബാൻഡ് ആയാലും സാധാരണ പ്രീപെയ്ഡ് സിം കാർഡ് ആയാലും ഓഫറുകൾ എന്നതിന്റെ കാര്യത്തിൽ BSNLന് ഒരു മാറ്റവുമില്ല. തങ്ങളുടെ ട്രേഡ് മാർക്ക് രീതിയിൽ തന്നെ വിട്ട് BSNL ഒരിക്കലും മാറുകയുമില്ല എന്നതാണ് ഇതിൽ കൂടി അറിയിക്കുന്നത്. കുറഞ്ഞ വില, കൂടുതൽ ആനുകൂല്യങ്ങൾ, ഇതാണ് BSNL വച്ചു പുലർത്തുന്ന ഒരു പ്രത്യേകമായ രീതി എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ ടെലികോം കമ്പനികളിൽ ഒന്നായി തലയുയർത്തി തന്നെ നിൽക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒട്ടേറെ പ്ലാനുകൾ അവർ അടുത്ത കാലത്തായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ പ്ലാനും അവർ കൊണ്ട് വരുമ്പോൾ തന്നെ അത് പലപ്പോഴും ജിയോയെ പോലുള്ള കമ്പനികൾക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവാറുമുണ്ട്. കാരണം നിലവിൽ വിപണിയിൽ BSNLനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ജിയോയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അവർ അവതരിപ്പിച്ചിട്ടുള്ള പ്രീപെയ്ഡ് പ്ലാനുകൾ ഒന്നും തന്നെ ജിയോയ്ക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് പറയാം. അതാണ് ഇനി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. ദീർഘകാല ഓഫറുകളിൽ കണ്ണുവയ്ക്കുന്ന അതിനോട് താല്പര്യമുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നുന്ന റീചാർജ് പ്ലാനുകളാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ വാലിഡിറ്റി കൃത്യം 1 വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് പരിധിയില്ലാത്ത വോയിസ് കോളും സൗകര്യവും മികച്ച ഡേറ്റ സേവനവും SMS സൗകര്യങ്ങൾ ഉൾപ്പെടെ തന്നെ ഒട്ടേറെ അധികം ആനുകൂല്യങ്ങൾ BSNL നൽകി വരുന്നു എന്നത് കൂടി പറയുന്നുണ്ട്. 1515 രൂപയ്ക്ക് നിങ്ങൾ ഈ പ്ലാൻ മുടക്കേണ്ട തുകയായി വരുന്നു. വാലിഡിറ്റിയായി ലഭിക്കുക 365 ദിവസത്തെ വാലിഡിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ദിവസം നോക്കുമ്പോൾ 5 രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ചിലവ് വരുന്ന ഒരു തുക എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്ലാനിൽ ദിവസേന 2 GB ഡേറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അവസരമുണ്ട് എന്നുകൂടി പറയുമ്പോൾ അത് എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഇന്ത്യയിൽ തന്നെ ഏത് നമ്പറിലേക്കും സൗജന്യ വോയിസ് കോൾ സൗകര്യവും 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുകൂടി പറയാം. അടിക്കടിക്കുള്ള റീചാർജ് പരിപാടികൾക്ക് ഇതിലൂടെ നമുക്ക് വിട പറയാനും കഴിയും. 730 GB ഡേറ്റയാണ് നിങ്ങൾക്ക് പ്ലാനിൽ ലഭിക്കുക. എങ്കിലും ഈ പ്ലാനിന് മറ്റ് ഓപ്ഷനുകളോ അല്ലെങ്കിൽ മറ്റ് ടെലികോം ദാതാക്കളെ പോലെ സൗജന്യ OTT പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷനുകളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിലൊരു ചെറിയ നെഗറ്റീവായിട്ട് പറയുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവർ നൽകുന്ന OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ അല്ലെങ്കിൽ എല്ലാ സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു OTT പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെയുള്ളത് വേറെ പല OTT പ്ലാറ്റ്ഫോമുകളുമാണ്. പക്ഷേ അത് നൽകാതിരിക്കുന്നതും നൽകുന്നതും ഒക്കെ ഒരുപോലത്തെ കാര്യമാണെന്ന് ഇതിനു മുൻപും ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിലവിൽ ഇതിന്റെ വിലയും കൂട്ടുന്ന ഡേറ്റ സൗകര്യവും ഒക്കെ വച്ചു നോക്കുമ്പോൾ ദീർഘകാല പ്ലാനുകളിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തീർത്തും പറയാൻ സാധിക്കും. കാരണം സ്വകാര്യ കമ്പനികളുടെ 1 വർഷം ദൈർഘ്യമുള്ള പ്ലാനുകളിൽ ഇതിലും വിലയേറിയതാണ് എന്ന് പറയാം. ടെലികോം വിപണിയിൽ എങ്ങോട്ട് നോക്കിയാലും മത്സരമാണ്. എല്ലാ കമ്പനികളും എങ്ങനെ ഉപഭോക്താക്കളെ പാട്ടിലാക്കാമെന്ന ശ്രമത്തിലാണ്. അതിനായി തന്നെ അവർ ഏതറ്റം വരെയും പോകുമെന്നും പറയുന്നു. ഉദ്ദേശിച്ചത് റീചാർജ് പ്ലാനുകളുടെയും വെൽക്കം ഓഫറുകളുടെയും ഒക്കെ കാര്യമാണ് എന്നത് നിലവിലുള്ള കാര്യമാണ്. ടെലികോം കമ്പനികൾ പരസ്പരം ഏറ്റുമുട്ടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം റീചാർജ് പ്ലാനുകൾ എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കൂടിയാണെന്ന് മനസ്സിലാക്കിയേ മതിയാകൂ.